ഇന്ന് ഞങ്ങൾ അമ്മ വീട്ടിൽ നിന്ന് തിരികെ ആയൂരുള്ള വീട്ടിലേക്ക് പോണ ദിവസം ആയതുകൊണ്ട് രാവിലെ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. ഇവിടെ പിന്നെ അമ്മ അടുക്കളയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ ചുറ്റും ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട് കേട്ടോ. അത് ശരി തന്നെ, ചുറ്റിപ്പറ്റി നിൽക്കാറേ ഉള്ളൂ. ഒറ്റ എണ്ണം കുരിഞ്ഞിട്ടൊരു കുപ്പ പോലും എടുക്കില്ല അമ്മ. ഞാൻ രാവിലെ തന്നെ നമ്മുടെ മുത്തുമണികളുടെ കമന്റിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുവാണ്. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും ജുവലറിയിലെ പേരുള്ള കപ്പുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും ആ സ്വർണ്ണങ്ങളൊക്കെ എവിടെ പോയെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പണയം വെച്ചിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ ആലോചിക്കണമെന്ന് അച്ഛൻ. ശീതുട്ടിക്ക് ഐസ്ക്രീം വേണം എന്നുള്ള സിഗ്നലാണ് ദേണ്ട ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പിന്നെ കാപ്പി കുടിക്കാനും നിന്നില്ല, തിരിച്ച് ആയൂരുള്ള വീട്ടിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ശീതുട്ടിക്ക് ഓറഞ്ച് പിഴിഞ്ഞെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ, ജ്യൂസായിട്ട്. ഈ വീട് പോലെ തന്നെ ഈ കത്തിക്ക് 100 വർഷം പഴക്കമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശീതുട്ടിക്ക് കോൺസ്റ്റിപ്പേഷൻ വന്നതിന് ശേഷം ഇപ്പൊ പാൽപ്പൊടി കൊണ്ട് ചായയോ മറ്റു സാധനങ്ങളൊന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല. ഇതുപോലെ ഓറഞ്ച് മേടിച്ച് ഇങ്ങനെ ജ്യൂസാക്കി കൊടുക്കാറാണ് പതിവേ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ കോൺസ്റ്റിപ്പേഷൻ മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ? അത് അങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് മാറുന്നേ ഇല്ല, എന്തൊക്കെ ചെയ്തിട്ടും. കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ ഓറഞ്ച് ജ്യൂസാക്കി എടുക്കുന്നത്, ഇല്ലെങ്കിൽ അവള് കുടിക്കില്ല കേട്ടോ. അങ്ങനത്തെ രാവിലെ കുളിക്കാതെ ഉടുത്തൊരുങ്ങി ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. കൂടെ ഞങ്ങളെ വീട്ടുകാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ അമ്മ വീട്ടിലേക്ക് ഓടുന്ന എന്താന്ന് കുറച്ചുപേര് ചോദിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്നത് ഒരു സുഖമല്ലേ ദാസാ? ഞങ്ങൾ എത്ര ദൂരെയാണെങ്കിലും നമ്മുടെ നാട്ടിൽ അമ്പലങ്ങളിൽ ഉത്സവം വരുമ്പോൾ ഞങ്ങൾ പറന്നിങ്ങെത്തൂട്ടാ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടിനോട് ടാറ്റാ ബൈ ബൈ സീ യു പറഞ്ഞ് ദേ ഞങ്ങൾ ആയൂരുള്ള വീട്ടിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുവാണേ. പോകുന്ന വഴിക്കാണ് ആരോ വിളിച്ചു പറയുന്നത് കേട്ടോ, എന്തൊരു പോക്കാണ്, ഇങ്ങനെയൊക്കെ പോയാൽ മതിയാ, വല്ല ഞം അടിക്കണ്ടേന്ന്. പറഞ്ഞത് വേറെ ആരുമല്ല, ഈ ഞാൻ തന്നെയാണ് കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പിന്റെ വിളി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണേ. അങ്ങനെ നല്ല അടിപൊളി ദോശയും സാമ്പാറും ചമ്മന്തിയും പപ്പടവും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പാലോടുള്ള മേള കാണാൻ വേണ്ടി കയറിയായിരുന്നേ. വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെ കാളച്ചന്ത എന്നാണ് പറഞ്ഞിരുന്നത്, ഇപ്പൊ ഇതിനെ മേളാന്നാക്കിയാണ് പറയുന്നത് കേട്ടോ. മേളനാക്കിയല്ല, മേളാന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഈ മേളയുടെ പ്രത്യേകത എന്താന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നിങ്ങൾക്ക് എന്ത് സാധനമാണോ വേണ്ടത് അതൊന്നും തേടി വേറെ ഒരിടത്തും പോകണ്ട, സകല സാധനം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടാവും. ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. പകലായതുകൊണ്ടാണ് തിരക്ക് കുറവ്, രാത്രി വന്നു കഴിഞ്ഞാൽ മൊട്ടം തിരക്കാണ് കേട്ടോ. സൂര്യണ്ണ കത്തി ജൊലിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ സീതൂട്ടിക്ക് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയത് കേട്ടോ. ആകെയുള്ളൊരു ബുദ്ധിമുട്ട് വേണ്ട, ഈ വലിയൊരു കയറ്റം കയറ് വേണം മുകളിലേക്ക് പോകാൻ. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, അതിന്റെ കൂടെ വെയിലും കൂടെ അല്ലേ. സീതൂട്ടി കൊണ്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല, അവൾ ആകെ അലമ്പാണ്. അവൾക്ക് കാണുന്ന എല്ലാം വേണം കേട്ടോ. വേണ്ട ഈ കാണുന്ന ഉപ്പുഭരണി ഇല്ലേ, ഉപ്പുഭരണി എന്നും അച്ചാർ ഭരണി എന്നൊക്കെ പറയുന്ന ഈ സാധനത്തിനൊക്കെ ഭയങ്കര വില കുറവായിരുന്നു. വലിയതില്ലേ 5 കലിയുടെ ഒക്കെ, അതിനൊക്കെ വെറും 400 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുറച്ച് ദിവസമായിട്ട് അമ്പലങ്ങളുടെ ഉത്സവത്തിനൊക്കെ പോയിക്കൊണ്ടിരുന്നോണ്ട് തന്നെ എന്റെ ബാഗിനകത്ത് ശൂന്യമായതുകൊണ്ട് ഞാൻ ഒന്നും വാങ്ങിയില്ല, എല്ലാം എടുത്തു നോക്കി വെറുതെ വീഡിയോ എടുത്തേട്ടാ. നല്ല അടിപൊളി കപ്പുകളെല്ലാം 3ഉം 4ഉം ഒക്കെ 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സൈഡ് കംപ്ലീറ്റ് മധുര പലഹാരങ്ങളായിരുന്നു, പേരറിയാവുന്നതും അറിയാത്തതായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ഏത് മോഡൽ ചെരുപ്പിന് 150 രൂപയുള്ളൂ കേട്ടോ. ഇനിയുള്ള ഐറ്റംസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന കംപ്ലീറ്റ് മുട്ടായികളും ദേ ഇവിടെ പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ ത്രാസ് മുട്ടായി പണ്ട് ഒരെണ്ണടുത്ത് വായിലിട്ട വൈകുന്നേരം വരെ അത് വായിൽ കിടക്കുമായിരുന്നു. ദേ നമ്മുടെ പുളിമുട്ടായി പാക്കറ്റ് കണക്കിന് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഇഷ്ടം മാതിരി. വലിയ പൊരിയുണ്ട് ഇരിപ്പുണ്ടേ. ദേണ്ട ഇത് കണ്ടാൽ നിങ്ങൾ പിന്നെ ഞെട്ടും. പിന്നെ ഞെട്ട ഞങ്ങൾക്ക് വട്ടാണോ എന്നാണെങ്കിൽ ഇത് തന്നെയാണ് ഞാനും ആദ്യം വിചാരിച്ചേട്ടാ. ദേണ്ട ഈ കിടക്കുന്ന മാലകൾ കംപ്ലീറ്റ് 50 രൂപയുള്ളൂ ഒരെണ്ണത്തിന് കേട്ടോ. പണ്ടത്തെ രാജ്ഞിയുടെ ഡയമണ്ട് മാല ഇവിടെ കിടപ്പുണ്ട് കേട്ടോ 50 രൂപയ്ക്ക്. ഞാൻ ശീതൂട്ടിക്ക് ഇവിടുന്ന് 2-3 മാല മേടിച്ചായിരുന്നേ. ദാണ്ട കിടക്കുന്ന നാടകത്തിലും സീരിയലിലും സിനിമയിലൊക്കെ ഇടുന്ന വലിയ മുതുക്ക് മാലകളില്ലേ, അതും 50 രൂപയുള്ളൂ. ദേ ഇത് നമ്മളെ കണ്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇത്തയാണേ, പാവം. നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ഇടാറുള്ള ഒരാൾ കൂടെയാണ് കേട്ടോ അത്. അധിക നേരം ഇവിടെ ചുറ്റിത്തിരിഞ്ഞ് നിന്നാൽ ഇതുപോലുള്ള സാധനങ്ങൾ രണ്ടുപേർക്ക് മേടിച്ചു കൊടുക്കേണ്ടി വരും. എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, എന്നാ പിന്നെ പാനിപൂരി കഴിക്കാന്ന് വിചാരിച്ച് പോയതാണ്. ശീതൂട്ടിയെ നിഷ്കളങ്കമായിട്ട് നോക്കുന്നത് ദേണ്ട അവർക്ക് അത് വേണം, അതിനാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ഇത് പുതിയ മോഡൽ മാലയാണല്ലോ, ഇതിന് എത്ര രൂപയെന്ന് മാത്രം ചോദിക്കരുത്, അത് ബജി ഉണ്ടാക്കാനുള്ള മുളകാണ്. നിങ്ങളെപ്പോലെ തന്നെ പാനിപൂരി കഴിച്ചിട്ട് അമ്മയുടെ ആക്ഷൻ കണ്ടിട്ട് ഞാനും വിചാരിച്ച് അടിപൊളിയായിരിക്കും. സത്യം പറഞ്ഞ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളരുത്, ഇത് എങ്ങനെ കഴിച്ചതാണ് അമ്മ. കുറച്ച് ദിവസങ്ങളായിട്ട് ഉത്സവത്തിന് പോയപ്പോൾ ഞാൻ പഠിച്ച ഒരു പാഠം, 2 പേർക്കും ഒരുപോലത്തെ ടോയ്സ് മേടിക്കണം, ഇല്ലെങ്കിൽ 2 മടി ഉണ്ടാക്കുവേ. എന്റെ അമ്മയെ അമ്മ പാത്രക്കട കയറി എന്റെ കയ്യിൽ വിൽക്കാൻ എന്റെ കിഡ്നി മാത്രമേ ഉള്ളൂ എന്ന് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്തോ. അങ്ങനെ നൈസായിട്ട് അമ്മ അവിടെ നിന്ന് വിളിച്ച് 1 കവർ പോപ്കോണും മേടിച്ച് 3 പേർക്കും ഓരോ ഐസ്ക്രീമും മേടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് വണ്ടി കയറി ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എനിക്ക് എന്തിന്റെ കേടായിരുന്നോ എന്തോ ഇവിടെ ഇറങ്ങാൻ. കയ്യിലുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന പൈസയും പോയി. ഇതേണ്ട കണ്ടില്ല അവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന പൈസ തീർന്ന ക്ഷീണം മാറ്റാൻ ഇനിയിപ്പോ ഓരോ സോഡാ നാരങ്ങയും കൂടെ അങ്ങോട്ട് കുടിച്ചേക്കല്ലേ. ശീതൂട്ടിന് ഞാൻ മേടിച്ചു കൊടുത്ത ഫോണിന്റെ അവസാനത്തെ സ്ക്രൂ ഊരി കാട്ടിക്കളയുന്നവരെ ഇങ്ങനെ കൊണ്ടു നടക്കുവേ. അങ്ങനത്തെ നല്ല തണുത്ത സോഡാ നാരങ്ങ വന്നിട്ടുണ്ട്. ശീതൂട്ടി ഒരു പ്രാവശ്യം കുടിച്ചതേ ഉള്ളൂ, പിന്നെ നമുക്ക് വേണ്ടാതായി കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ സത്യം പറഞ്ഞ ഉച്ചയ്ക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്, ഭയങ്കര ചൂടും വെയിലുമാണ്. അങ്ങനെ നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് 1 ഗ്ലാസ് സോഡാ നാരങ്ങ ഉപ്പിട്ട് അങ്ങകത്താക്കി കേട്ടാ. അയ്യോ ഉപ്പ് മാത്രമല്ല, ഉപ്പ് പഞ്ചസാരയും. ദേണ്ട ഈ കോഴിയെ കണ്ട ഒറിജിനൽ പോലെയല്ലേ, ഇത് ശീതൂട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ്. 70 രൂപയുള്ളേ, അടിപൊളിയല്ലേ. എന്റെ കയ്യിൽ നിന്ന് അവളത് മേടിച്ച് ഒളിച്ചു വെച്ചാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് കേട്ടോ. വരുന്ന വഴിക്ക് മാങ്ങ കണ്ടായിരുന്നു, എന്നാ പിന്നെ അതും കൂടെ മേടിക്കാന്ന് വെച്ച് അതും മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നുടനെ 2ഉം കൂടെ സൈക്കിളിൽ ഓടിക്കളിക്കുവാണ്, അല്ല ഓടിക്കളിക്കുകയല്ല, സൈക്കിൾ ഓടിച്ച് കളിക്കുവാണേ. സത്യം പറഞ്ഞ മാങ്ങയുടെ ഒക്കെ സീസൺ ആവുന്നേ ഉള്ളൂ. ഇതൊക്കെ മിക്കവാറും മരുന്നിൽ മുക്കി
മുക്കി പഴിപ്പിച്ചെടുത്തതായിരിക്കും. എന്തായാലും കണ്ടപ്പോ ഒരു കൊതി തോന്നിയിട്ട് മേടിച്ചതാണ്. ഇനി ഇത് ഞാൻ ആവർത്തിക്കൂല. ഇവിടെ പിന്നെ എന്തുണ്ടെങ്കിലും ആദ്യം ഗണപതിക്ക് കൊടുക്കാറാണ് പതിവ്. അതുകൊണ്ട് ആദ്യത്തെ പീസ് ഞാൻ തന്നെ അകത്താക്കിയിട്ടുണ്ടേ. നല്ല പുളിപ്പുണ്ട് കേട്ടോ. അങ്ങനെ മാങ്ങയെല്ലാം മുറിച്ച് പ്ലേറ്റിലാക്കിയിട്ട് ദേ ഞാൻ അച്ഛനും അമ്മയ്ക്കും കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ്. അമ്മ കഴിച്ചിട്ട് അമ്മയുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ, അയ്യോ എന്തൊരു ടേസ്റ്റാന്ന്. ചെയ്തോട്ട് ഇതേ ഒരു പീസ് മാങ്ങ എടുത്ത് ചുണ്ടൻ വെള്ളം പോലെ കടിച്ചു പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ കഴിച്ചാൽ മതിയായിരുന്നു. ദാണ്ട്ര അച്ഛനും കൊടുത്തപ്പോ അച്ഛനും പറയണം അടിപൊളിയെന്ന്. അപ്പൊ പിന്നെ എനിക്ക് തോന്നുകയാണ് പുളിപ്പാണെന്ന്. അങ്ങനെ അവരുടെ എല്ലാ എക്സ്പ്രഷൻ കണ്ടിട്ട് ഞാൻ പിന്നെയും അതിലേക്കൊന്ന് കൈവച്ച് നോക്കിയായിരുന്നു കേട്ടോ. ഒരു ആവശ്യം ഇല്ലായിരുന്നു സത്യം പറഞ്ഞു. ആ ഒരു പീസ് കൂടെ എടുത്ത് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ വീട്ടിലെ അഭിനയ സിംഹങ്ങളെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ നന്നായിട്ട് അഭിനയിച്ചതായിരുന്നു കേട്ടോ. എന്റെ അമ്മ ഒന്നിന് പുളിപ്പാണെന്ന്. വൈകുന്നേരം ആയപ്പോ അച്ഛൻ ഷീറ്റ് അടിക്കാനായിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണേ. ഞാനെന്നാ പിന്നെ ഇച്ചിരി മുറ്റം അടിക്കാന്ന് പറഞ്ഞത് ഒരു ചൂലും കൈപ്പിടിച്ച് നിൽപ്പുണ്ട്. ഇതിന് എവിടെ നിന്ന് തുടങ്ങണം എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്ന് കേട്ടോ. വേണ്ടമ്മ ഞാൻ മുറ്റം അടിക്കാൻ ഇറങ്ങിയപ്പോ ഈ ചെറുക്കം സമ്മതിക്കുന്നില്ല. അതല്ലെങ്കിൽ അങ്ങനെ ഈ പിള്ളേർ എന്നെ കൊണ്ട് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കൂല എന്നും നൈസായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ചൂല് അവന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ വാടിച്ചു വാരിക്കോളൂ. അതല്ലെങ്കിൽ നമ്മൾ പിള്ളേരെ കൊണ്ട് ഇപ്പോഴേ ജോലിയൊക്കെ ചെയ്ത് ശീലിപ്പിക്കണം. ഇല്ലെങ്കിൽ പിള്ളേരും എന്നെ പോലെ മടിച്ചിപ്പോരായി പോകും. അതിനുശേഷം ഞാൻ 3 മുട്ട ഇട്ടിട്ടുണ്ടേ. 3 മുട്ട ഞാൻ ഇട്ടെന്നല്ല കേട്ടോ, പുഴുങ്ങാനിട്ടെന്ന്. നമ്മുടെ കിളിക്കുട്ടന്മാരെല്ലാം നമ്മൾ വീട്ടിനകത്താക്കിയിട്ടാണ് പോയത്. കണ്ടോ, അവരെ പുറത്തിട്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഭയങ്കരമായിട്ട് പൂച്ചശല്യമുണ്ട്, പിന്നെ പരുന്തിൻ്റെ ശല്യമുണ്ട്. എന്നെ കണ്ടുകൊടുന്ന ഒരാൾ ഓടി അതിനകത്തൊക്കെ കയറി കേട്ടോ. പോയെന്ന് വിചാരിച്ച് സമാധാനിച്ചാണ്. എവിടെ പിന്നെ വന്നിട്ടുണ്ടോ എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്നെ കണ്ടത് 2 പേര് ചാടി അതിനകത്ത് കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഇനി വല്ല അവിഹിതമാണോ എന്തോ. ഇവർ ഇന്ന് മുട്ടയിടും, നാളെ മുട്ടയിടും, മറ്റന്നാൾ മുട്ടയിടും എന്ന് പറഞ്ഞ് നോക്കി ഇരുന്ന് എന്റെ കണ്ണ് കഴിച്ചല്ലാതെ ഒറ്റ ഒരെണ്ണം ഒരു മുട്ട പോലും ഇട്ടിട്ടില്ല. മേളയ്ക്ക് പോയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിയ ആകെ ഒരു സാധനം ദേ ഈ ഫോണിന്റെ പൗച്ചാണ് കേട്ടോ. കവർ 350 രൂപയായിരുന്നു ഈ കവറിന്റെ വില കേട്ടോ. കണ്ണനെ കാണിച്ചപ്പോ കണ്ണ അയ്യേ എന്ന് മാത്രമേ ആക്കിയുള്ളൂ. അത് ബാക്കി നമ്മൾ മനസ്സിലായിക്കോളും. ആരാ മുട്ട കൊതിച്ച്? നമ്മുടെ പൊന്നാരാ, നമ്മുടെ മുത്താരാ, ഉണ്ണിയാരാ? ഉണ്ണി മോളാണോ? അങ്ങനെ പിള്ളേർക്ക് മുട്ടയെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ ദേ പുതിയ കപ്പാണ്, ഇതും മേളയ്ക്ക് പോയപ്പോൾ മേടിച്ചതാണ്. അതിലെന്നാ പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാന്ന് വിചാരിച്ചേ. ചൂട് കട്ടൻ ചായ ഇങ്ങനെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, പക്ഷെ എന്റെ പൊന്നു മക്കളെ ചുണ്ട് പൊള്ളി പോകും. മര്യാദയ്ക്ക് വേറെ വല്ല കപ്പിൽ കുടിക്കുന്നതായിരുന്നു നല്ലത്. അതെല്ലാം കഴിഞ്ഞ് അമ്മ രാത്രിയിൽ ദേ ദോശയും നല്ല അടിപൊളി ഓംലെറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ദോശയും ചമ്മന്തി അല്ല സാമ്പാറും മുട്ട ഓംലെറ്റും കട്ടൻ ചായയും കൂടെ കിട്ടിയായിരുന്നു. അതും കൂട്ടി ഞങ്ങൾ ഒരു തട്ട് കെട്ടി കേട്ടോ. ശീതോട്ടി വന്നിരിക്കുന്ന ഇരിപ്പ് കണ്ടവർക്ക് ഇപ്പോൾ ഒരു ദോശയും ഒരു ഓംലെറ്റും കഴിക്കുമെന്ന്. ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഗാനമേള സെക്ഷനാണേ. അയ്യപ്പൻ കാവിലെ മക്കളാണ് അയലാള പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ആരാരിരാരിരോ ആരിരാരോ ആരാരിരാരിരോ ആരിരാരോ ആരാരിരാരിരോ ആരിരാരോ ആരാരിരാരിരോ ആരിരാരോ ആരാരിരാരിരോ ആരിരാരോ ആരാരിരാരിരോ ആരാരിരോ. വരി അറിയൂടാ, എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് പാട്ട് അവൾ ഇറങ്ങിക്കോളും. ഇവിടെ പോയി കിടന്ന് ഉറങ്ങടാ, നിനക്ക് രാവിലെ സ്കൂളിൽ പോണ്ടേ. ഉറങ്ങില്ല. അപ്പൊ ടാറ്റ ബൈ ബൈ സി യു. ഇവിടെ കട്ട് ചെയ്യണം, എന്റെ കയ്യും വെത്തൂലടാ. അപ്പൊ പാട്ടും മേളം എല്ലാം കഴിഞ്ഞ് പിള്ളേർ ഇവിടെ പേടിച്ച് കിടന്ന് ഉറക്കമായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. ടാറ്റ ബൈ ബൈ.